നമ്മളിപ്പോൾ എന്താ പറമ്പിൽ തേങ്ങ എടുക്കാൻ വന്നതാണ്. പറമ്പ് അപ്പം അടുത്ത ബംഗാളികളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പറമ്പിൽ തേങ്ങ എടുത്ത് പൊളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പം ആരൊക്കെ അച്ഛൻ്റെ അച്ഛതാ പോണ്. ഇതൊക്കെയാണ് വൈബൊക്കെ ഞാൻ വഴിയേ കാണിച്ചു തരാം. നമുക്കിങ്ങനെ നടക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ വൈബ്. ഒരു മലേൻ്റെ മുകളിലാട്ടോ നമ്മുടെ പറമ്പ് വരുന്നത്. ഇതാണ് മല. ഒരു മലേൻ്റെ മുകളിലാണ് പറമ്പ് ആയിട്ട് വരുന്നത്. കണ്ടോ? നടന്നോ ഞാൻ വരാം. നടന്നോ ഞാൻ വരാം. അയ്യോ, പിന്നെ ഒരു ഇറക്കമായിട്ടുണ്ട്. പിന്നെ ഇറങ്ങാൻ കുറച്ച് പണിയാണ്. വീഡിയോ എടുക്കുക. അത് നമുക്കറിയണ സത്യമാണ്. നമ്മളിവിടെ കുറേ വട്ടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ വട്ടം വന്നുകൊണ്ട് നമുക്ക് ആ താത്തേനെ പരിചയമുണ്ട്. കൊണ്ടാണ് സംഭവം. ഇതാണ് നമ്മുടെ മലയിലെ അടിപ്പറമ്പ്. നല്ല വെയിൽ പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. രാവിലെ വരെ പെരുമഴയായിട്ടും കുറച്ച് ഞാൻ വെയിലായി. ലക്ഷണം കണ്ടു നോക്കുമ്പോൾ ചെറിയൊരു മഴ വരുന്നതാണ് തോന്നുന്നത്. കാരണം മുകളിലൊക്കെ കാർമേഘങ്ങളാണ്. ചപ്പും ചോറല്ലോ. എന്തൊരു ചപ്പും ചോറവാ. അവിടെ കാണാറില്ലേ? ഗൈസ്, ഇവിടെ ശ്രദ്ധിച്ച് നടക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇത് കുളമാണോ അത് കിണറാണോ? കിണറല്ലേ? കല്ലുംകോറിയോ? ഇങ്ങനത്തെ ഒരു ഇട വഴി കണ്ടോ? ഇത്ര ചെറിയൊരു വഴി. അങ്ങോട്ട് നോക്കിയാ ഇത്ര ചെറിയൊരു ഇടവഴി കൂടെ വന്നിട്ട് ഇത് അങ്ങോട്ട് നോക്കിയാ അടിക്ക് നോക്കിയാൽ കല്ലും. അവിടേക്കാ നല്ല ആഴൊന്നുമില്ല കേട്ടോ. സംഭവം കുളിച്ചാനൊക്കെ പറ്റുമോ ചോദിച്ചാൽ കുളിച്ചാൽ പിന്നെ മേലൊക്കെ ചൊറിയും ചിലപ്പോൾ. ഞാൻ വരുന്നുണ്ട്. ഞാൻ ചാടി വരണേ. അപ്പോൾ നമ്മൾ അവസാനം പറമ്പിലൊക്കെ എത്തി ഗൈസ്. അയ്യോ, ഇവിടെ പുല്ലായോ? ഇവിടെയാണ് നമ്മുടെ പറമ്പ്. ഇവിടെ നമ്മൾ സാധാരണ തേങ്ങയൊക്കെ എടുക്കരുത്. പക്ഷെ ഇപ്പോൾ ഇവിടെ പുല്ലായിപ്പോയി. നമ്മൾ വേറെ ഭാഗത്തോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ഒരു പുല്ലില്ലാതെ കുറേ സ്ഥലത്തെത്തിയിടും. ഇതാണ് എനിക്കിഷ്ടമുള്ള സ്ഥലം. ഇവിടെ കല്ല് ഇങ്ങനെ വരുമ്പോഴേക്കും എന്തൊരു വൈബ് പോലെ. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം സ്ഥലം. എന്തൊരു മതിലാണ് കേട്ടോ. എന്തോ തോട്ടത്തിൻ്റെ ഇതാണ്. പറമ്പും തോട്ടം വേർതിരിക്കാനായിട്ട്. അപ്പോൾ കണ്ടോ, അതിലോട്ടാണ് സാധാരണ അവിടെയാണ് നമ്മൾ സാധാരണ ഇറങ്ങി ഇങ്ങോട്ട് വരല്. ഇപ്പോൾ അവിടെ പുല്ലായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിലോട്ട് ഇതാ. അപ്പോൾ അവിടുന്ന് അങ്ങനെ ഇറങ്ങണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതിലോട്ട് ഇറങ്ങാം. നല്ല കാറ്റ് നല്ല വെയിലിൻ്റെ ഇടയിൽ കൂടെ നല്ല കാറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ തേങ്ങ വെക്കണ പറമ്പ്. ഓക്കെ, നല്ല കാറ്റും മഴയുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോവാം. ഇതിലാട്ടാണ് ഇപ്പോൾ ഇറങ്ങേണ്ടത്. പക്ഷേ ഫോണ് കയ്യിലുള്ളതുകൊണ്ടാണ്. എന്നാലും നമുക്കൊന്ന് ഇറങ്ങാം. എൻ്റെ അമ്മച്ചി നല്ല തെന്നലൊക്കെ ഉണ്ട്. അയ്യോ ജമ്മോ. അങ്ങനെ ഇറങ്ങി സാധാരണ സ്ഥലമൊക്കെ ആണെങ്കിൽ കണ്ടോ. ഞാൻ
വിരലൊക്കെ സാധാരണ മൊബൈൽ തോണ്ടി ഗെയിമൊക്കെ കളിക്കാനായി. പക്ഷേ ഇത് അച്ഛൻ്റെ പുതിയ ഫോണാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഈ ഫോണിലാണ് ഇപ്പോൾ എടുക്കൽ. അച്ഛൻ്റെ പഴയ ഫോണിലായിരുന്നു പണ്ട് ഇവിടെ വന്ന് ഗെയിം കളിക്കൽ. അപ്പോൾ അച്ഛൻ്റെ ഈ പുതിയ ഫോണിലെ ഗെയിമൊന്നും കളിക്കാൻ പാടില്ല എന്നാണ് അച്ഛൻ്റെ നിയമം. അല്ലേ ഒന്നുമില്ല, നല്ല കാറ്റുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ മരമൊന്നും വെട്ടില്ല, അങ്ങനെയാണ്. ഇപ്പോൾ വന്യാണത് എന്തെങ്കിലും മറ്റേ കാടിന് എന്ത് ചെയ്യുന്നു മറ്റൊരു പേരിൽ കാട് വന്യം എന്തൊക്കെയാണ് പറയുന്നത്. വനമാണ്. പക്ഷെ മൃഗങ്ങളൊന്നുമില്ല. ചില സമയത്ത് നായ പന്നി ചില സമയത്ത് നായ പന്നി പൂച്ച ഒക്കെ ഉണ്ടാവും രാത്രി. ചില സമയത്ത് കുറുക്കന്മാരും വരും അല്ലേ. ഓക്കെ, വാങ്ക കൊടുക്കുന്നുണ്ട്, കുറച്ച് നേരം ഉണ്ടായിരിക്കാം. ഞാൻ ഹിന്ദു ആണെങ്കിലും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണുന്നു. അതുകൊണ്ടാണ് ഞാൻ പല സമയത്തും വാങ്ങ കൊടുക്കുമ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പം എന്തോ മറന്നുപോയി. അപ്പോൾ കുറേ തേങ്ങ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അല്ല, ഇവിടെ തന്നെ പൊളിച്ചു പോവാ. അതിനപ്പോൾ ആരെയും ചാക്കൊക്കെ കൊണ്ടുവന്നേ. അപ്പോൾ വീണ്ടും വീട്ടിൽ തന്നെ പോയിട്ട് തിരിച്ചു തരണ്ടേ. അപ്പോൾ ഇവിടെ സംഭവം ഇവിടെ ശല്യമായിട്ടുള്ള ഒരു കൊതുകുകളാണ്. കുറേ കൊതുകുകളുണ്ട്. മറ്റേ നമ്മൾ നേരത്തെ അവിടെ വെക്കണ്ടില്ലേ, അവിടെ ഒരു വെള്ളക്കിട്ട് അവിടെ മുട്ട ഇട്ട് ഉണ്ടാവും. അതുകൊണ്ടാക്കി ഇത്രയും കൊതുക്. മഴക്കാലല്ലേ. പിന്നെ വേറെ പ്രശ്നം എന്താ പറഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ വലിയ സ്ഥലമൊന്നുമില്ല. കണ്ടോ, ഇവിടെ ഞാൻ പണ്ടൊക്കെ ഇരുന്നിരുന്ന ചാക്കൊക്കെ ഇട്ടിട്ട്. അവിടെ സൈഡിൽ ക്ലിയർ സംഭവം സ്ഥലമാണ്. നല്ല രസം. അവിടെ പോയി നല്ല കളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. എന്താ ഇപ്പോൾ നിങ്ങൾ കണ്ടോ, അവിടെയൊക്കെ നല്ല വെയിലുണ്ട്. നമ്മളിപ്പോൾ തണലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ശനിയാഴ്ച ആയതുകൊണ്ട് സ്കൂളില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ പരിപാടിയിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പോൾ 13-ാം തീയതി നമുക്കൊക്കെ പരീക്ഷ ഉള്ളേ. പഠിക്കണ്ട എല്ലാവരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള ദിവസമൊന്നും വേറെ പണിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പണിയിലൊക്കെ ഏർപ്പെടും. അതാണ് നമ്മുടെ ഒക്കെ. ഇത്രയും തേങ്ങ ഉണ്ട് കൂടെ. കുറച്ച് മുന്നേ ദിവസം വരണം. അപ്പോൾ നനയാതൊന്നും കിട്ടിയെന്നല്ലോ. നമ്മുടെ ഈ പറമ്പിലെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇവിടെ തെങ്ങുകൾ കുറവാണ്. അതാണ് നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. എവിടെ നോക്കിയാലും പ്ലാവ്. അപ്പോഴത്തേക്ക് മുന്നിൽ ചാടി വന്നു. എവിടെ നോക്കിയാലും പ്ലാവ്, വാഴ, പിന്നെന്താ ഇതന്നെ കവുങ്ങും മാത്രം. പിന്നെ വേറെ ചക്കുണ്ട്. ഇങ്ങനത്തെ ഇതെന്ത് മരമാണാവോ? ഇതെന്ത് മരം? എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നല്ല കാറ്റടിക്കുന്നു.
നല്ല കാറ്റുണ്ട്, വെയിലുണ്ട്, നല്ല ചെറിയ മഴപ്പാറ്റുകൾ കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളത്തുള്ളികൾ എൻ്റെ മേത്തിൽ പതിക്കുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെന്താ തേങ്ങയൊക്കെ പൊളിച്ച് റെഡിയാക്കി ചാക്കിലിട്ടിട്ട് നമ്മൾ നേരത്തെ പൊളിക്കണ വീട് എടുക്കാത്ത കാരണം വെച്ചാൽ എന്താ കാലാവസ്ഥ നല്ലതല്ലേന്നു, അതുകൊണ്ടായിരുന്നു. കണ്ടോ, ഇവിടെ നല്ലതല്ല, നോക്കിയാ ഇരുണ്ട മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്ത് പോയി. നിങ്ങൾ ഷർട്ട് എടുക്കില്ലേ? ഓക്കെ, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ക്ലൈമറ്റ് ചേഞ്ചിങ് പ്രശ്നം നടന്നിരിക്കുകയാണ്. നമ്മൾ മലയുടെ മുകളിൽ നിന്ന് ക്ലൈമറ്റ് കാണിച്ചു തരാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മലയുടെ മുകളിൽ നിന്ന് കാണിക്കാൻ ഇല്ലാട്ട് വഴിയുണ്ടല്ലോ. നമുക്ക് അച്ഛന് വേണ്ടി കാത്തു നിൽക്കാം. അച്ഛൻ തേങ്ങ ഒക്കെ എടുത്ത് വരട്ടെ. എൻ്റെ കയ്യിലാകെ ചെളിയായി, കണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ പരാതി. നമ്മൾ മഴ പെയ്തപ്പോൾ എന്താ മണ്ണിൻ്റെ ഉള്ളത്തെ മണ്ണിൻ്റെ ഉള്ളിൽ വെള്ളം പോയി മഴ പെയ്തപ്പോൾ. അപ്പോൾ ആ മണ്ണും തേങ്ങയും കൂടി മിക്സായപ്പോൾ അങ്ങനെ തേങ്ങയിൽ ചളിയായി. അങ്ങനത്തെ ഇപ്പം നടന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പൊളിക്കണ വീഡിയോ എടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലൈമറ്റ് നല്ലതായി കിട്ടിയില്ല. നമ്മൾ കുറേ കിട്ടിയിരുന്നു, നമുക്ക് കുറേ തേങ്ങ കിട്ടിയിരുന്നു, കുറേ തേങ്ങ നിറച്ചും തേങ്ങ കിട്ടിയിരുന്നു നമുക്ക്. പക്ഷെ നമുക്ക് കാലാവസ്ഥ നന്നായി കിട്ടിയില്ല. ഇതിലോട്ട് പോയാലോ? അപ്പം നമ്മൾ അതിലോട്ട് പോകാൻ തീരുമാനിച്ചില്ല, കാരണം അവിടെ കുറേ മുള്ളുണ്ടായിട്ടാണ്. ഇതായിരുന്നല്ലേ വഴി. ഇവിടെ വഴി കണ്ടുപിടിക്കാൻ അതിനെക്കാട്ടും പാടാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കി പോരട്ടോ. ഇതാണ് സ്ഥലം, കണ്ടോ? ഇടുങ്ങിയ വഴി കൂടെ പോകണ്ട. ഇവിടുന്ന് ശ്രദ്ധിച്ചാണോ? എനിക്കല്ല, നിങ്ങളോട് പറയാം. നിങ്ങളാണ് നല്ല ഭാരം ബുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പോൾ എന്താ പറയുക വെച്ചാൽ എന്താ നമ്മൾ മലയിൽ നിന്ന് ക്ലൈമറ്റിൻ്റെ ഇതൊക്കെ ഒരു വ്യൂ കാണിച്ചു തരാൻ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും മഴ പെയ്തു, അതുകൊണ്ടാണ് കാണിച്ചു തരാൻ മറന്നുപോയത്. ഓക്കെ, അപ്പോൾ നമ്മളിനി ഉച്ചക്കും പോകും. പക്ഷെ ഉച്ചക്ക് നമ്മൾ ഇതുപോലെ വീഡിയോ എടുക്കില്ല. നമ്മൾ വേഗം പണി എടുത്തിട്ട് വേഗം വരികയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്, നിർത്താൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ. Like and subscribe please.